ഇൻസ്റ്റഗ്രാം റീലുകളെ റീലാക്കുകയാണ് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിലൂടെ ജെൻസിക്കാർ. പ്രതിഷേധം പുറം ലോകം അറിയാതെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ മൊബൈൽ ഉയർത്തിപ്പിടിച്ച് റീലുകളിലൂടെയും സ്റ്റോറികളിലൂടെയും അവർ സമരത്തിന്റെ തീവ്രത പുറം ലോകത്തെ അറിയിച്ചു. थैंक यू फ्रेंड्स, कल देर रात आपसे मिलने का मौका मिल गया. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबडी. 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട വീഡിയോ ആണിത്. തലസ്ഥാനത്ത് ആളിപ്പടരുന്ന ജൻസി പ്രക്ഷോഭത്തിന്റെ ചൂടറിഞ്ഞു തുടങ്ങിയ ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. വാട്സ്ആപ്പ് ജനറേഷൻ ഉണ്ടാക്കിയ BJP സർക്കാരിനെ നിവർന്നു നിന്ന് വെല്ലുവിളിക്കുകയാണ് ഇൻസ്റ്റഗ്രാം ജനറേഷൻ. ഡൽഹിയിലെ CJP യുവജന പ്രക്ഷോഭം അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവരറിഞ്ഞില്ല ഇൻസ്റ്റഗ്രാമിലൂടെ എല്ലാം രാജ്യം കാണുന്നുണ്ടെന്ന്. എല്ലാം മനസ്സിലാക്കി വന്നപ്പോഴേക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം റീലുകളായും സ്റ്റോറികളായും ജന്തർ മന്ദിറിലെ കാഴ്ചകൾ രാജ്യത്താകെ വ്യാപിച്ചു. ദേശീയ മാധ്യമങ്ങൾ ജന്തർ മന്ദിറിലെ പ്രതിഷേധങ്ങൾക്ക് നേരെ കണ്ണടക്കുകയും യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് തടയുകയും ചെയ്തപ്പോൾ പ്രതിഷേധങ്ങളുടെ തീവ്രത പുറലോകം അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ തന്നെയായിരുന്നു. ജെൻസി പ്രതിഷേധ മാർഗങ്ങളെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ പുത്തൻ സമരരീതികൾ കൊണ്ട് പ്രതിരോധിക്കുകയാണ് ജെൻസി. പ്രതിഷേധത്തിന് ആവശ്യമായ പോസ്റ്ററുകൾ ഓൺലൈൻ സൈറ്റുകൾ വഴി ജന്തർ മന്ദിറിലേക്ക് എത്തി. ആവശ്യമായ സൈസിൽ CJPയുടെ ലോഗോ വെച്ച പോസ്റ്ററുകൾ വാങ്ങാനും സാധിക്കും. അങ്ങനെ ഭാവനാത്മകമായ രചനകൾ വരെ പോസ്റ്ററുകളിൽ നിറഞ്ഞു. കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് ജെൻസി തലസ്ഥാനത്ത് ജൻ ആൽഫയ്ക്കായി പ്രതിഷേധം തുടരുകയാണ്. മൊബൈൽ ഫോൺ ഉയർത്തി ഹലോ ഗൈസ് എന്ന് പറഞ്ഞ തലമുറ പുതുവിപ്ലവം രചിക്കുകയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.